അടിയും തിരിച്ചടിയുമായി പശ്ചിമേഷ്യ ആകെ കലങ്ങിമറിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേൽ പ്രദേശത്തേക്ക് അതിക്രമിച്ചു കയറിയപ്പോൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ജൂതകുലത്തിന്റെ മുഴുവൻ സ്വയം സംരക്ഷകനായി രംഗത്തെത്തിയിരുന്നു. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നിരവധി ആളുകൾ ബന്ദിയാക്കപ്പെടുകയും 1200 ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും ചെയ്തതാണ്. യഹൂദരുടെ മാതൃരാജ്യവും നേതാവും തങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടതായാണ് ഇതിൽ നിന്നും അന്ന് ആരോപണങ്ങൾ ഉയർന്നത്. ഈ സാഹചര്യത്തിൽ നെതന്യാഹുവിന്റെ ഭാവി വലിയൊരു ചോദ്യചിഹ്നം തന്നെ ആയിട്ടുണ്ട്. അഭിപ്രായ വോട്ടെടുപ്പുകൾ പ്രതികൂല സാഹചര്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. 2022 നവംബറിൽ 120 സീറ്റുള്ള പാർലമെന്റിൽ ലിക്വിഡ് പാർട്ടി 32 അംഗങ്ങളായി ചേർന്ന് ഒരു കൂട്ടുകക്ഷി സർക്കാർ രൂപീകരിച്ചിരുന്നു. നെതന്യാഹുവിന്റെ സർക്കാർ സഖ്യത്തിൽ നിരവധി സമ്മർദ്ദങ്ങൾ അനുഭവിച്ച സമയമായിരുന്നു അത്. പക്ഷേ ന്യായമായ സ്ഥിരത ഉണ്ടായിരുന്നു അന്ന്. ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് നടന്ന ലിക്വിഡ് പാർട്ടിക്ക് 17 സീറ്റുകൾ മാത്രമേ ലഭിക്കൂ എന്നാണ് അഭിപ്രായ സർവേകൾ പറയുന്നത്. രാഷ്ട്രീയത്തിൽ വളരെ നീണ്ട ഒരു വർഷത്തിന് ശേഷം നെതന്യാഹു ശ്രദ്ധേയമായ ഒരു ഇടപെടൽ നടത്തുകയുണ്ടായി. ലിക്വിഡ് ഇപ്പോഴും സർക്കാർ രൂപീകരിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്നത് സത്യമായ കാര്യമാണ്. ഹമാസിന്റെ ആക്രമണത്തിന് തൊട്ടുപിന്നാലെ ലെബനനിലുണ്ടായ വ്യോമാക്രമണങ്ങളുടെയും മിഡിൽ ഈസ്റ്റിൽ ഉടനീളമുണ്ടായ കൊലപാതകങ്ങളുടെയും ക്രൂരത അവസ്ഥയെ കൂടുതൽ പ്രതികൂലമാക്കിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഒരു മാധ്യമത്തിന് വോട്ടെടുപ്പ് പ്രകാരം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ലിക്വിഡ് പാർട്ടി 25 സീറ്റുകൾ നേടുമെന്നും ഏറ്റവും വലിയ കക്ഷിയാകുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. സർവേ പ്രകാരം നെതന്യാഹുവിന് നിലവിൽ 38% പിന്തുണ മാത്രമാണുള്ളത്. രാഷ്ട്രീയമായി പറഞ്ഞാൽ പ്രാദേശിക ഏറ്റുമുട്ടലുകൾ നെതന്യാഹുവിന് പ്രയോജനകരമാണെന്ന് വിലയിരുത്തുന്നുണ്ട്. എന്നാൽ ആഗോളതലത്തിൽ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് വളരെ മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. ഒക്ടോബർ 7 നടന്ന ആക്രമണത്തോടുള്ള ഇസ്രായേലിന്റെ ശക്തമായ സൈനിക പ്രതികരണം ദേശീയ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും അതിന്റെ ശക്തി പുനഃസ്ഥാപിക്കുകയും ചെയ്തതായി ചില സർവേകൾ ചൂണ്ടിക്കാട്ടുന്നു. എങ്കിലും നടന്നുകൊണ്ടിരിക്കുന്ന ഗാസ സംഘർഷം, ദീർഘകാലമായ അധിനിവേശം, പലസ്തീനിയൻ ബന്ധങ്ങൾ, ഹമാസ് തടവിലാക്കിയ ബന്ദികളുടെ വിധി എന്നിവയെക്കുറിച്ച് സങ്കീർണമായ ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഇത് യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വഴിതെളിക്കുകയും ചെയ്തു. എന്നാൽ മറ്റ് പ്രദേശങ്ങളിലെ ഇസ്രായേലിന്റെ സൈനിക ആക്രമണങ്ങൾ കൂടുതൽ ശരിയായിരുന്നതായും കണക്കാക്കപ്പെടുന്നുണ്ട്. രാഷ്ട്രീയപരമായി പറയുകയാണെങ്കിൽ നെതന്യാഹു ഇസ്രായേലിന്റെ ശത്രുക്കളെ എങ്ങനെ കൃത്യമായി ടാർഗറ്റ് ചെയ്യാം, പെട്ടെന്ന് ഉന്മൂലനം ചെയ്യാമെന്ന നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ഏപ്രിലിൽ സിറിയയിലെ ഇറാന്റെ എംബസി സമുച്ചയത്തിന് നേരെ നടത്തിയ വ്യോമാക്രമണത്തോടെയാണ് ആക്രമണങ്ങൾക്കും തുടക്കമാകുന്നത്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡിലെ ഒരു ഉന്നത കമാൻഡറുടെ മരണത്തിൽ ഈ പോരാട്ടം കലാശിക്കുകയും ചെയ്തു. ഇസ്രായേൽ ഔദ്യോഗികമായി പ്രതികരിച്ചില്ലെങ്കിലും കാരണക്കാർ അവർ തന്നെയാണെന്ന് പരക്കെ മനസ്സിലാക്കപ്പെട്ടു തുടങ്ങിയിരുന്നു. ഇതിനെ തുടർന്ന് ജൂലൈയിൽ ബെയ്റൂട്ടിൽ നടന്ന വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ ഫുആദ് ഷുക്കൂർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ടെഹ്റാനിലെ സ്ഫോടനം ഹമാസിന്റെ രാഷ്ട്രീയ നേതാവായ ഇസ്മായിൽ ഹനിയയുടെ ജീവൻ അപഹരിക്കുന്നതിൽ വരെ എത്തി നിൽക്കുകയാണ്. ഈ മാസം ആദ്യം ലെബനനിലെ ഹിസ്ബുള്ളയുടെ ആശയവിനിമയ ഉപകരണങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള സ്ഫോടന പരമ്പരകൾ അവർ നടത്തിയതും എല്ലാവരും കണ്ടതാണ്. ഒക്ടോബർ 8-ന് ഹമാസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹിസ്ബുള്ള ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട സംഘർഷത്തിൽ ഒരു പുതിയ ഘട്ടത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം കാരണം ഏകദേശം 60,000 സാധാരണക്കാരെ വടക്കൻ ഇസ്രായേലി വീടുകളിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു. ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങളെയും നേതൃത്വത്തെയും ലക്ഷ്യമിട്ട് ലെബനനിലുടനീളം ഇസ്രായേൽ നിരന്തരമായ ബോംബാക്രമണം നടത്തിയിട്ടുണ്ട്. തെക്കൻ ബെയ്റൂട്ടിലെ വൻ വ്യോമാക്രമണങ്ങളിൽ നിരവധി ഹിസ്ബുള്ള നേതാക്കളും ലെബനനിലെ 1000-ലധികം ആളുകളും കൊല്ലപ്പെടുകയും ഏകദേശം 1 ദശലക്ഷം നിവാസികൾ പലായനം ചെയ്യുകയും കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ലെബനനിലെ ആക്രമണം ഒരു തന്ത്രത്തിന്റെ ഭാഗമായാണ് കരുതുന്നത്. ഒരു പ്രാദേശിക സംഘടനത്തിലേക്ക് അമേരിക്കയെ വലിച്ചിഴക്കാൻ ഇസ്രായേൽ സർക്കാർ ശ്രമിക്കുന്നതായാണ് പറയുന്നത്. ഗാസയിലെ ഇസ്രായേലിന്റെ വെല്ലുവിളികൾ, ഹൂതികളുമായ നിലവിലുള്ള പ്രശ്നങ്ങൾ, ഇറാനെതിരായ ദീർഘകാല ആക്രമണങ്ങൾ എന്നിവ അമേരിക്കയടക്കം കൂടുതൽ പങ്കുവഹിച്ച യുദ്ധങ്ങളാണ്. അമേരിക്കയുടെ ഓപ്ഷനുകൾ എന്തെല്ലാമെന്ന് നെതന്യാഹുവിനോട് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ അമേരിക്കയുടെ ഇടപെടലിൽ അക്രമം തടയാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ഇത് വെറും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു. അമേരിക്ക തങ്ങളുടെ ആയുധങ്ങൾ വിൽക്കുവാനുള്ള മികച്ച വിപണിയായി ഇസ്രായേലിനെ രൂപാന്തരപ്പെടുത്തി എടുത്തിരിക്കുന്നു എന്നാണ് ആരോപണം. അതുമാത്രമല്ല, അപകടകരമായ കളികളാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ള ഹമാസിനേക്കാൾ മികച്ച ആയുധവും പരിശീലനവും നേടിയിട്ടുള്ള സംഘടനയാണ്. ഇത് ഇസ്രായേലിന് നിയമപരമായ ഭീഷണിയും ഉയർത്തുന്നുണ്ട്. 2006-ൽ ഹിസ്ബുള്ളയുടെ ചെറുത്തുനിൽപ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ ഇസ്രായേൽ പിൻവാങ്ങൽ നിർബന്ധിതമായിരുന്നു. ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ തങ്ങളുടെ സായുധ സേന ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുമെന്ന് ലെബനൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഉയർന്ന അപകട സാധ്യതയുള്ള ഈ തന്ത്രം ഇസ്രായേൽ പിന്തുടരാൻ തയ്യാറാണെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ.
എന്നാൽ പ്രാദേശിക ശക്തിയെ തങ്ങൾക്ക് അനുകൂലമാക്കാൻ അമേരിക്കയുടെ ഇടപെടൽ കൂടുതലായും ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത്, യുദ്ധം ഏതെങ്കിലും തരത്തിൽ അവസാനിക്കാനിടയായാൽ ഇസ്രായേലിൽ പുതിയ തിരഞ്ഞെടുപ്പ് നടക്കുകയും നെതന്യാഹുവിനെ അപ്പാടെ ജനം തൂത്തെറിയുമെന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അങ്ങനെ വന്നാൽ ഇത്രനാളും നടത്തിയ കൂട്ടക്കുരുതിക്ക് നെതന്യാഹു ഉത്തരവാദിത്വം പറയേണ്ടി വരുമെന്നും അദ്ദേഹത്തിൻ്റെ പോക്ക് ജയിലിലേക്കാണെന്നാണ് സർവേകൾ വെളിപ്പെടുത്തുന്നത്.